പഴയ നിയമത്തിലെ ഇരുപത്തി ഒമ്പതാമത്തെ പുസ്തകമാണ്. ഇതിന്റെ ഗ്രന്ഥകാരൻ ബെതുവേലിന്റെ മകൻ യോയേലാണ്. യോയേൽ എന്ന വാക്കിന്റെ അർത്ഥം രണ്ട് എബ്രായ പദങ്ങൾ ചേർത്തുണ്ടായ പേരാണ് യോയേൽ. യഹോവ തന്നെ ദൈവം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. യഹോവ തന്നെ ദൈവം, ഗോഡ് ഹിംസെൽഫ്, ഓർ യാഹ്വേ ഈസ് ദി ഗോഡ് ഓൾമൈറ്റി. സോ ദൈവത്താൽ പ്രേരിതൻ എന്ന അർത്ഥവും തന്റെ പിതാവിന്റെ പേരിനുണ്ട്. രൂബേൻ ഗോത്രക്കാരനാണ്. ബിഥോം എന്ന് പറയുന്ന പട്ടണക്കാരനാണെന്നും പാരമ്പര്യം പറയുന്നു. അപ്പൊ ഈ ജോയൽ എന്ന് പറയുന്ന മൈനർ പ്രവാചകൻ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ 29ാമത്തെ പുസ്തകത്തിന്റെ ലൊക്കേഷനാണ് പുള്ളി കിട്ടിയിരിക്കുന്നത്. ബെതുവേലിന്റെ മകനാണ് ജോയൽ എന്ന് തന്റെ പിതാവിന്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നു. ചില പുസ്തകങ്ങളിൽ പിതാക്കന്മാരുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. യഹോവ തന്നെ ദൈവം, അൺകണ്ടീഷണലി അഫേമിംഗ് ദാറ്റ് ഗോഡ് ഹിംസെൽഫ്, യാഹ്വേ ഹിംസെൽഫ് ഈസ് ഗോഡ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഈ പുസ്തകം അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം രൂപേൻ ഗോത്രക്കാരനാണെന്നും ദൈവത്താൽ പ്രേരെന്ന് തന്റെ പിതാവിന്റെ പേരിനും അർത്ഥമുണ്ട്. രൂപേൻ ഗോത്രക്കാരനും ബെഥോം എന്ന് പറയുന്ന പട്ടണക്കാരനാണെന്നും പാരമ്പര്യങ്ങൾ, ട്രഡീഷൻസ് പറയുന്നു. എഴുതിയ കാലത്തെ കുറിച്ച് BC ഏകദേശം 820 to 810, അതായത് ഏർലി ഡേയ്സ് ഓഫ് 9th century, ദാറ്റ് ഈസ് വെരി ഏർലി ഡേയ്സ് ഓഫ് 9th century ആണ് മധ്യ യൂറോപ്പിൽ വെച്ച് എഴുതിയെന്നും വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ കണ്ടംപററി സമകാലീനരായിരുന്നു ഹോശയ്യ, ആമോസ് തുടങ്ങിയ പ്രവാചകന്മാർ. കാര്യം എങ്ങനെയാണ്? ജോയലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ചിലത് ഹോശയ്യയിലുമുണ്ട്. ജോയലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആമോസും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം യോവാശ് എന്ന് പറയുന്ന ചക്രവർത്തി അല്ലെങ്കിൽ രാജാവ് ഭരിച്ചിരുന്ന കാലത്ത് എഴുതി ഇതിലെ സന്ദേശം കാലത്തിന് അതീതമായ സന്ദേശങ്ങളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ജസ്റ്റ് ഐ ഗേവ് യു an introduction that the word meaning of Joel, claiming or affirming that Yahweh himself is God, there is no other God. Secondly, his father's name is connected with the meaning that it is inspired. The person himself was inspired by God. Then I said the three contemporaries, Joel, Amos, and Hosea, they were almost contemporaries. That is the impression we get because of the inside content of the book. By having this understanding as an introductory matter, we need to enter into deeper dimensions. That is, അതിൻ്റെ എഴുത്തിൻ്റെ പശ്ചാത്തലം. ഒന്ന്, സോരും സീദോനും ഫെലിസ്തീനും നിരന്തരമായി യുദ്ധം ചെയ്യുവാൻ ശ്രമിച്ചു. 3 പേര് നെയ്ബർഹുഡ് permanently was attempting to fight with the people of Judah: Tyre, Sidon and Philistia. നിങ്ങൾക്കറിയാം, പഴയ നിയമം വായിക്കുമ്പോൾ ഫെലിസ്തീർ സിസറയുടെ നേതൃത്വത്തിൽ 20 years ഇസ്രായേലിനെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ നിങ്ങൾക്കറിയാം, നെബൂഖദ്നേസറിന്റെ കാലത്ത് ബാബിലോണിയൻ 400 വർഷം ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നീട് നിങ്ങൾക്കറിയാം, ഈജിപ്തില് മറ്റത് ബാബിലോൺ 70 വർഷം, ഈജിപ്റ്റ് 400 വർഷം. അങ്ങനെ ആദ്യം ആരായിരുന്നു? ഫിലിസ്റ്റീൻസ് ആയിരുന്നു. പിന്നെ രണ്ടാമത് നമുക്കറിയാം ബാബിലോണിയൻസ് ആയിരുന്നു. മൂന്നാമത് ഈജിപ്റ്റ്. ഇങ്ങനെ ഇസ്രായേൽ ജനത്തെ ബൈബിളിലെ എവിഡൻസ് അനുസരിച്ച് ശക്തമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഞാനിപ്പോൾ ആവർത്തിക്കുന്നത് ഈ എഴുത്തിന്റെ പശ്ചാത്തലത്തിൽ, യോവേൽ പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിൽ സോരും സീദോനും ഫെലിസ്തീനും ശക്തമായി നിരന്തരമായി they were planning to fight with ഇസ്രായേൽ. അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇസ്രായേലിൽ കൂട്ടം കൂട്ടമായി വെട്ടുക്കിളി ഇറങ്ങിയത്. തൗസൻഡ്സ് ഓഫ് 2-3 ഈ ആട്ടിൻപറ്റം പോലെ വലിയ കൂട്ടങ്ങളായി ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന് വെട്ടുക്കിളി വന്ന് എല്ലാം നശിപ്പിച്ചുകൊണ്ട് പോകുന്നു. വിളവെല്ലാം നശിപ്പിച്ചുകൊണ്ട് പോകുന്നു. തത്ഫലമായി ക്ഷാമം ഉണ്ടാകുന്നു. ഒന്ന്, പൊളിറ്റിക്കൽ അഗ്രസീവ് എനിമിറ്റി ഫ്രം നെയ്ബർഹുഡ്. 2,
നിരന്തരമായി ഇൻസൈഡ് ലോക്കസ്റ്റ് കമ്മിങ് ഡൗൺ ആൻഡ് ടേക്കിംഗ് all the fruits of the land, all the vegetations of the land. അകത്ത് വെട്ടുക്കിളിയുടെ ആക്രമണത്താൽ വിളവുകളെല്ലാം നശിക്കപ്പെട്ടു. 3, ഇതിന്റെ റിസൾട്ട് കൊണ്ടാണ് ക്ഷാമം ഉണ്ടാകുന്നത്. അപ്പൊ ഈ 3 കാര്യം അവിടെ പ്രധാനമായി അഡ്രസ് ചെയ്യണം. അപ്പൊ രാജ്യത്തെ പ്രതിസന്ധിയിലാക്കുക. 1, പൊളിറ്റിക്കൽ അഗ്രസീവ് എനിമിറ്റി ആൻഡ് ഫൈറ്റിംഗ് ഈസ് വൺ സൈഡ്. അനദർ സൈഡ് ഇൻസൈഡ് ദ കൺട്രി ലോക്കസ്റ്റ് കമ്മിങ്, കൂട്ടം കൂട്ടമായി വലിയ തൗസൻഡ്സ് ഓഫ് ലോക്കസ്റ്റ് വരുന്നു. അവർ ഫ്ലൈ ഡൗൺ ചെയ്യുന്നു, ഇത് മുഴുവൻ നശിപ്പിക്കുന്നു. ദേ ആർ ഗോയിങ് ബാക്ക് ടു ദെയർ ഓൺ പ്ലേസസ്. അപ്പോൾ ഇത് ക്ഷാമം ഉണ്ടാകുന്നു, ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു. ഈ കോണ്ടെക്സ്റ്റിൽ ആണ് മെസ്സേജ്. ദിസ് ഈസ് ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ഈ സംഭവം, ഈ പശ്ചാത്തലത്തിലാണ് ദൈവത്തിന്റെ ദാസനായ മൈനർ പ്രോഫറ്റ് ജോയൽ പ്രവചിക്കുന്നത്. ആ പ്രവചിക്കുന്ന കണ്ടന്റ് എന്താണെന്ന് നമ്മൾ താഴോട്ട് നോക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് അവിടെ ഒരു ആഹ്വാനം കൂടെ, അദ്ദേഹം പറയുന്ന ഒരു ആഹ്വാനം കൂടെ പറഞ്ഞേച്ച്, ഈ സംഭവം പാപത്തിന്റെ മേലുള്ള ദൈവിക ശിക്ഷയാണെന്നും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനും യോവേൽ ആഹ്വാനം ചെയ്യാണ്. നിങ്ങളുടെ രാജ്യത്തുണ്ടാകുന്ന നിരന്തരമായ ആന്തരിക നാശനഷ്ടങ്ങളും ബാഹ്യമായ യുദ്ധത്തിന്റെ വെല്ലുവിളികളും നിങ്ങളുടെ ഇസ്രായേൽ ജനത്തിന്റെ പാപത്തിന്റെ ഫലമായാണ്. അതുകൊണ്ട് റിട്ടേൺ ടു ഗോഡ്, കം ബാക്ക് ടു ദ സ്ക്രിപ്ചർ, കം ബാക്ക് ടു ഗോഡ് എന്നതാണ് അദ്ദേഹത്തിന്റെ മെസ്സേജിന്റെ ടൈറ്റിൽ വേർഡ്, തലവാചകം. ആരുടെ? യോവേലിന്റെ പ്രവചനത്തിന്റെ തലവാചകം അത് തന്നെയാണ്. ദൈവിക ശിക്ഷയാണെന്നും ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ യോവേൽ പ്രവാചകൻ ആഹ്വാനം ചെയ്യുന്നു. ഈ ദിവസത്തിന്റെ പേര് അദ്ദേഹം പറയുന്ന ഡേ ഓഫ് ലോർഡ്, യഹോവയുടെ ദിവസം എന്നാണ് നിങ്ങൾക്കത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. യഹോവയുടെ ദിവസത്തിലുള്ള ന്യായവിധി ശത്രുക്കളെ ആദരിക്കുകയില്ല, വിശ്വസ്തന്മാരെ അനുഗ്രഹിക്കും. ശത്രുക്കളെ ആദരിക്കില്ല, വിശ്വസ്തന്മാരെ അനുഗ്രഹിക്കും. അപ്പോൾ ദൈവത്തിന്റെ there will be a day, the day will be fearful, terrible things will happen on that day in which Yahweh interventions on the ground level with the believers, with the Jewish community of that time. അതുകൊണ്ട് നിങ്ങളുടെ ശത്രുക്കൾക്ക് നാശം വരികയും റെമനന്റായി ശേഷിക്കുന്ന നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. അത് 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ അതുണ്ട്. 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ ജോയൽ 2:13 ഉണ്ട്. അതുകൊണ്ട് അതിന്റെ ഫോക്കൽ പോയിന്റ് എന്താണെന്ന് അറിയാമോ? ഫോക്കൽ ഡിമാൻഡ് അദ്ദേഹം പറയുന്നത്, പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവർക്ക് വെട്ടുക്കിളി നശിപ്പിച്ചത് മുഴുവൻ മടക്കി നൽകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ മടങ്ങി വന്ന് ദൈവത്തിങ്കിലേക്ക് പശ്ചാത്തപിച്ച് നിങ്ങൾ മടങ്ങി വരുമെങ്കിൽ വെട്ടുക്കിളി നശിപ്പിച്ചതെല്ലാം ഇരട്ടിയായിട്ട് ഫലം തരുവാൻ ദൈവത്തിന് മുഴുവൻ മടക്കി നൽകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു. 2:19 വാക്യം. 1:13 ദൈവം പറയുന്നത്, സത്യത്തിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടുന്നത് യോവേൽ പ്രവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ 2ആണ്. മോസ്റ്റ് ഓഫ് ദ തിങ്സ് ഇൻക്ലൂഡിങ് ഹോളി സ്പിരിറ്റിന്റെ ഔട്ട് പോറിംഗ് വരെയും ചാപ്റ്റർ 2-ലാണ്. അപ്പൊ ചാപ്റ്റർ 2 ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേദശാസ്ത്രപരമായും ബിബ്ലിക്കലായും ഇഷ്യൂസിനെ അഡ്രസ് ചെയ്ത് ദൈവത്തിന്റെ ടോക്ക്, ദസ് ഈസ് ദ ലോർഡ്, ദൈവം പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ 2:19 വാക്യത്തിൽ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മടക്കി തരിക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു ആഴമായ പ്രോമിസാണ്. വെട്ടുക്കിളി നശിപ്പിച്ചത് മുഴുവൻ മടക്കിത്തരും, ഭയങ്കരവുമായ ദിവസം വരാൻ പോകുന്നു. യോവേലിന്റെ മുഖ്യ സന്ദേശം 2:28 കാണാൻ കഴിയുന്നു. ഏലിശ, യോന എന്നീ പ്രവാചകന്മാര് സമകാലികന്മാരാണ് എന്ന് പറയപ്പെടുന്നു. ഏലിശ, യോന എന്നീ പ്രവാചകന്മാര് സമകാലികന്മാരാണെന്ന് പറയപ്പെടുന്നു. ഇനി നമുക്ക് മുമ്പോട്ട് പോകാം. ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റിന്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോകാം. പിന്നീട് അതിന്റെ വ്യാഖ്യാന സന്ദേശത്തിലേക്ക് പോകാം. ഈ ചെറുപുസ്തകത്തിൽ വ്യക്തമായി വിഭാഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. വെട്ടുക്കിളി വരുത്തുന്ന പ്രകൃതി നാശത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലായി. ക്ഷാമം, ശത്രുവിന്റെ ആക്രമണം, ഈ കാര്യങ്ങളുടെ ഡേഞ്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലായി.
എന്നാൽ ഇതിന് ദൈവം കൊടുത്ത ആഹ്വാനം അനുതാപത്തോടെ മടങ്ങി വരുവാനാണ് ജനത്തോട് ദൈവം അപേക്ഷിച്ചത്. പിന്നെ മനസ്സലിഞ്ഞ ജനത്തെ, അനുദപിച്ച് മനസ്സലിഞ്ഞ ജനത്തെ ദൈവം എന്ത് ചെയ്യുന്നു? ആദരിക്കുമെന്ന് പ്രോമിസ് ചെയ്യുന്നു. രണ്ടാമത് ഭൂമി സമൃദ്ധിയായി നിങ്ങൾക്ക് വിളവ് നൽകുമെന്ന് പറയുന്നു. യഹോവയുടെ ദിവസം എന്ന വിഷയത്തിന്റെ പ്രതിപാദനം ഇവിടെയാണ്. യഹോവ സകല ജനത്തെയും ശിക്ഷാവധിക്ക് കൂട്ടിവരുത്തും, എന്നാൽ ദൈവത്തിന്റെ ജനത്തെ യഹോവ സേവ് ചെയ്യും. വെട്ടുക്കിളി വരുത്തുന്ന നാശത്തിൽ നിന്ന് ദൈവം സേവ് ചെയ്യും, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് ദൈവം സേവ് ചെയ്യും. എന്നാൽ വിലാപത്തിനുള്ള ആഹ്വാനവും ദൈവം നൽകുന്നു. നിങ്ങൾ വിലാപത്തോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവീൻ, എന്നാൽ ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കും. ഈ പുസ്തകം അങ്ങനെ നമുക്ക് രണ്ടാമത്തെ അങ്ങനെ ധാരാളം കാര്യങ്ങൾ അനുതാപത്തിനും സാമൂഹികമായി എല്ലാവരും ഒരുമിച്ച് വിലപിക്കേണ്ടതിന്റെ ആഹ്വാനം നൽകുന്നു. 2-ാം 12 മുതൽ 17 വരെ. പിന്നെ 2-ാം 18 മുതൽ 20 വരെ ദൈവം ഇസ്രായേലിന് അനുഗ്രഹം വർഷിക്കും, ശത്രുക്കൾ ശിക്ഷ അനുഭവിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. പിന്നെയാണ് പ്രധാനപ്പെട്ട സന്ദേശം നമ്മൾ പെന്തക്കോസ്റ്റ് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടത്. 2:28 മുതൽ 29 വരെ. പ്രായമോ സ്ത്രീ പുരുഷ സാമൂഹിക വ്യത്യാസമോ കൂടാതെ, സാമൂഹിക നിലയെ ഒന്നും കണക്കാക്കാതെ എല്ലാവർക്കും ദൈവാത്മാവ് നൽകപ്പെടും. ഇതാണ് ഡേ ഓഫ് പെന്തക്കോസ്റ്റിൽ യെരുശലേം മാളിക മുകളിൽ നിവർത്തിയായതെന്ന് എല്ലാ ബൈബിൾ സ്കോളേഴ്സും സമ്മതിക്കുന്നുണ്ട്. അപ്പൊ 2-ാം 28-29 വാക്യങ്ങൾ. പ്രായമോ സ്ത്രീ പുരുഷ ഭേദമോ, ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, ഏജ്, കളർ ഓർ എനി റീസൺ, everyone will receive the fullness of the Holy Spirit, and they will begin to prophesy dreams, and they will start to say the oracles of God. This is also given in the book of Joel. പക്ഷേ ആകാശത്തില് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളിലൊക്കെ അടയാളങ്ങൾ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഡേ ഓഫ് പെന്തക്കോസ്റ്റിൽ നടന്നിട്ടില്ല കേട്ടോ, വളരെ ശ്രദ്ധിച്ചോണം. 2-ാം 30-31 വാക്യങ്ങളിൽ ആകാശത്തിലും സൂര്യചന്ദ്രന്മാരിലും നക്ഷത്രങ്ങളിലും ഭയാനകമായ മാറ്റങ്ങൾ വരും, അതിനുശേഷം യഹോവയുടെ ദിനം പ്രത്യക്ഷമാകുമെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഭയാനകമായ മാറ്റങ്ങൾ എന്ന് സംഭവിച്ചില്ല. ഡേ ഓഫ് പെന്തക്കോസ്റ്റിൽ മാറിയിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തി 2 സംഭവിച്ചിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തി 2 സംഭവിച്ചത് ഏത് ഭാഗമേ ഉള്ളൂ? എല്ലാവരുടെ മേലും ആത്മാവ് ഇറങ്ങി വരും. ആ ഫുൾനെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റിന്റെ സംഭവം, അനുഭവം അന്നുണ്ടായി. അപ്പോൾ ഇനിയും യോവേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അന്ത്യകാല സംഭവങ്ങളുടെ മുന്നോടിയായിരിക്കുന്ന സംഭവങ്ങൾ ഇനിയും നിറവേറാനുണ്ട് എന്നുള്ള കാര്യം നാം ഇപ്പോൾ ഓർത്തിരിക്കണം. പ്രകൃതിയിലും ചന്ദ്രനിലും സൂര്യനിലും വരുന്ന മാറ്റങ്ങൾ നമ്മുടെ കാലഘട്ടത്തിൽ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ അതാണ് ഭയാനകമായ ദിനം. അത് മില്ലേനിയം പീരീഡ് ആകാം, ചിലപ്പോൾ അന്ന് വരെ പോകണമെന്നില്ല, പ്രീ മില്ലേനിയം പീരീഡിലാകാം, ചിലപ്പോൾ അല്ലാതെ പ്രകൃതിക്ഷോഭങ്ങളിലും വന്ന് ലോകത്തെ മുഴുവൻ കാലാവസ്ഥ കൊണ്ട് ജയിച്ചു വരുവാൻ ടെറിബിളായ സൂര്യചന്ദ്രന്മാരിലും നക്ഷത്രങ്ങളിലെയും ഭയാനകപ്പെടുത്തുന്ന, ജീവനെ മുഴുവൻ എക്സ്റ്റിങ്ക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഭയാനകപ്പെടുത്തുന്ന അടയാളങ്ങൾ സംഭവിക്കുമെന്ന് യോവേൽ പ്രവചിക്കുന്നു. ഈ പ്രവചനം നിവൃത്തിയായിട്ടില്ല എന്നൊരു കാര്യം ദൈവജനം ശ്രദ്ധിക്കണം. പിന്നെ വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ ഡേ ഓഫ് ദ ലോർഡ് അക്കോർഡിംഗ് ടു ഇസ്രായേൽ? ഇസ്രായേലിന്റെ ചരിത്രത്തിൽ യഹോവയുടെ ദിവസം എന്ന് പറയുന്നത് എന്താണ്? ഒന്നേ, അവരെ പീഡിപ്പിച്ചവർക്ക്, ഇസ്രായേലിനെ പീഡിപ്പിച്ചവരിൽ നിന്ന് ദൈവം രക്ഷിക്കുന്ന ദിനം. റെമനന്റ് ആയിരിക്കുന്ന, ഹോളി ആയിരിക്കുന്ന ആളുകളെ പീഡിപ്പിച്ചതിൽ നിന്ന് ദൈവം രക്ഷിക്കുന്ന ദിനം. ദൈവം യെരുശലേമിൽ നിന്ന് ശിക്ഷാവധി കൽപ്പിക്കുന്ന ദിനം. പിന്നെ ദൈവത്തിന്റെ സന്നിധാനമായ സിയോനും ഇസ്രായേൽ ജനതയ്ക്കും സുരക്ഷിതമായി ജീവിക്കുവാൻ ദൈവം ഇന്റർവ്യൂൻ ചെയ്യുന്ന ദിനം. ഈ ദിനങ്ങളൊക്കെ ഇപ്പോഴത്തെ യുദ്ധവുമായി നമ്മൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ കഴിയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ യഹോവയുടെ ദിവസം എന്ന് പറയുന്നത് ഒരു വാറിന്റെ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആകാശത്ത് ചേഞ്ചസ് സംഭവിക്കും. ദൈവത്തിന്റെ സന്നിധാനമായ സിയോനും ഇസ്രായേല് ജനതയും സുരക്ഷിതരായിരിക്കും. അതിന്റെ വാക്യം 17 2:17. എല്ലാത്തിനും ദൈവം സമാപ്തി വരുത്തും. വാക്യം 4-8 വരെയും വാക്യം 18-20 പിന്നീട് ചേർത്ത് അത് പഠിച്ചാൽ മതി. So therefore, what is important here is to note that this is a very small book.
In this small book, there are so many concerns, especially concerns like locust attack on the vegetations, subsequent famine in the country. Apart from that, there is a political rivalry from three nations, Tyre, Sidon, and Philistines. They aggressively wanted to destroy the people of God in Israel and in Judah. In this context, Joel says, a small prophecy, return, come back to the Lord, so that God's day will appear. On that day, God will save you. ഇനി യഹോവയുടെ ദിവസം എന്ന വിഷയമാണ് ഈ പുസ്തകത്തിലെ ഒന്നൊന്നായി സംയോജിപ്പിക്കുന്നത്. നമ്മൾ കേൾക്കുന്നവർക്ക് സുപരിചിതമായ വിഷയമായിരുന്നു ഇതെന്ന് നമുക്കറിയാം. ആമോസ്, യെശയ്യാവ്, സെഫന്യാവ് എന്നീ പ്രവാചകന്മാരും യഹോവയുടെ ദിവസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആമോസ് പറഞ്ഞിട്ടുണ്ട്, യെശയ്യാവ് പറഞ്ഞിട്ടുണ്ട്. ആമോസ് നമ്മൾ അടുത്ത ആഴ്ച പഠിക്കും. സെഫന്യാവ് പറഞ്ഞിട്ടുണ്ട് യഹോവയുടെ ദിവസത്തെ കുറിച്ച്. എന്നാൽ ജനങ്ങളുടെ സങ്കല്പത്തിൽ, അന്നത്തെ ജനങ്ങളുടെ സങ്കല്പത്തിൽ ഭയാനകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ദൈവത്തിന്റെ ദിവസം അവർ ഭയത്തോടെയാണ് കണ്ടിരുന്നത്. അത് ദൈവത്തിന്റെ ശിക്ഷാവിധിയായി ബന്ധപ്പെട്ടതായിരുന്നു. റെമനന്റ് ദൈവത്തിൽ വിശ്വസ്തരായിരുന്നവർ രക്ഷപ്പെടുമെങ്കിലും മറ്റുള്ളവർക്ക് വരാവുന്ന ഭയാനകമായ ശിക്ഷയെക്കുറിച്ച് അവർക്ക് ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് ശിക്ഷയിൽ നിന്ന് വിമുക്തരാകാൻ വേണ്ടി ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന പ്രവാചകൻ ദൈവത്തിങ്കിലേക്ക് ടേൺ ചെയ്യാൻ പറഞ്ഞു. ഇനി മറ്റ് പ്രവചന പുസ്തകങ്ങളിൽ നിന്ന് ഈ പ്രവചന പുസ്തകത്തിനുള്ള ഒരു പ്രത്യേകത ശ്രദ്ധിക്കണം. മറ്റെല്ലാ പ്രവചന പുസ്തകങ്ങളിലും അന്നത്തെ പുരോഹിത വർഗത്തെ അപലപിച്ച് അവരുടെ പൂജകൾ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, പൂജകൾ മോശമാണ്, ഡിഫൈൽഡ് പൂജകളാണ്, ഡിഫൈൽഡ് സാക്രിഫൈസസ് ആണ് എന്നാണ് മറ്റു പ്രവചനം. എന്നാൽ ഇദ്ദേഹം മാത്രം, ജോയല് മാത്രം പ്രീസ്ലി ക്ലാസിനെ ടച്ച് ചെയ്തിട്ടില്ല. പുരോഹിതന്മാരെ എന്ത് ചെയ്തിട്ടില്ല? കുറ്റം പറഞ്ഞ് പ്രവചിച്ചിട്ടില്ല. അത് ഇതിൻ്റെ പണ്ഡിതന്മാര്, ഈ സ്കോളേഴ്സ് പ്രത്യേകം അത് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ പ്രീസ്ലി ഫാമിലിയുമായിട്ടോ അല്ലെ പ്രീസ്ലി കമ്മ്യൂണിറ്റിയുടെ കുറച്ചുകൂടെ ഡീപ്പറായിട്ട് അറിയാവുന്ന ഒരു പ്രവാചകനായിരിക്കാം എന്നും അതിൽ നിന്ന് നിഗമനത്തിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങളെയാണ് മറ്റ് പുസ്തകങ്ങളിൽ കൂടുതലും നിങ്ങളുടെ പൂജാഗിരികളെ സ്റ്റോപ്പ് ചെയ്യുവാൻ, നിങ്ങൾ റിട്ടേൺ ടു ദ ഗോഡ്, സാക്രിഫൈസസ് ആർ ഡിഫൈൽഡ്, ഗോഡ് ഡസ് നോട്ട് വാണ്ട് ഇറ്റ് എന്ന് പറയുന്നിടത്ത് ഇദ്ദേഹം പറയുന്നത്, ജോവൽ പ്രവാചകൻ പറയുന്നത്, നോ, പീപ്പിൾ ടേൺ ടു ഗോഡ്, നോട്ട് പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് പ്രീസ്റ്റ്. പുരോഹിതന്മാരെക്കാൾ കൂടുതൽ പീപ്പിൾ, സാധാരണ ജനത്തെയാണ്. കാര്യം ഇസ്രായേൽ ജനങ്ങളെ പീഡിപ്പിക്കുന്നതും ഭൂമി മലിനമായിരിക്കുന്നതും ജനങ്ങളുടെ പിന്മാറ്റം കൊണ്ടാണ്, ജനങ്ങളുടെ അപ്പോസ്റ്റസി കൊണ്ടാണ് എന്നാണ് ഈ ഒരു പ്രത്യേകത നിങ്ങൾ പഠന വിഷയമായി മനസ്സിലിട്ടോണം. ബൈബിള് ഇതര പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം. അതുകൊണ്ട് യഹോവയുടെ ദിവസം എന്ന് പറയുന്ന ഡേ ഓഫ് ദ ലോർഡ് ഈസ് നോട്ട് ഓൺലി എ പണിഷബിൾ ഡേ, but that day will be a day of blessing to the remnant and to the righteous faithful. And also people of God will be protected and sustained by the God's provision. ഇനി രണ്ടാമത്, യഹോവയുടെ ദിനം, ഇറ്റ് ഈസ് ഇമിനന്റ്, അറ്റ് ഹാൻഡ്. മലയാളത്തിൽ അത് ആസന്നമായിരിക്കുകയാണ്. യഹോവയുടെ ദിനം ആസന്നമായിരിക്കുകയാണ്. ഇത് ജനങ്ങളിൽ നിന്നുണ്ടാകേണ്ടുന്ന പ്രതികരണം, ഇറ്റ് ഈസ് സോ ഇമിനന്റ്, സോ ഇമ്മീഡിയറ്റ്. അതുകൊണ്ട് നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ട് ടു ഗോഡ്. നമുക്കൊരു വിഷയത്തെക്കുറിച്ച് ഒരു പ്രവാചകനിലൂടെ ഒരു ദൂത വെളിപ്പാട് ലഭിച്ചാൽ നമ്മൾ ആത്മാർത്ഥമായ അനുതാപത്തോടു കൂടി ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് സ്റ്റെപ്പ് എടുത്താൽ നമുക്ക് നീക്കിപ്പോക്ക് തരുമെന്നുള്ളത് നമ്മൾ അറിയാം. അതുകൊണ്ടാണ് ഈ പ്രവചന പുസ്തകത്തിൽ ഈ ഒരു വാക്യത്തിന് ഏറ്റവും പ്രസക്തി ഉള്ളത്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ കീറി നുറുക്കി ദൈവമായ യഹോവയിലേക്ക് തിരിയുവിൻ. ഇവിടെ വസ്ത്രങ്ങളെ കീറി നുറുക്കാൻ പറഞ്ഞിരിക്കുന്ന പുരോഹിതന്മാരുടെ, മറ്റു പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പുരോഹിതന്മാരെയും ദേവാലയത്തിലെ ശിലയെയുമാണ് വസ്ത്രങ്ങളെ കീറി നുറുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദേവാലയത്തിലെ ശീല അല്ലെങ്കിൽ തിരശീല കീറുന്നതിനെ കുറിച്ചും പിന്നെ പുരോഹിത വസ്ത്രം കീറുന്നതിനെ കുറിച്ചും ഒക്കെയാണ് മറ്റ് പലയിടങ്ങളിലും സംസാരിക്കുന്നത്. എന്നാൽ ഈ പുസ്തകത്തിൽ വസ്ത്രങ്ങളെയല്ല,
പിന്നെ ഹൃദയങ്ങളെ ഇപ്പൊ കൂടുതൽ ഹൃദയങ്ങള് റെപ്രസെന്റ് ചെയ്യുന്ന ജനങ്ങളെയാണ്. വസ്ത്രങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് പ്രീസ്ലി ക്ലാസിനെയാണ്. അതുകൊണ്ട് പൊതുവിലെ മെസ്സേജ്, നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ കീറി നുറുക്കി ദൈവമായ അടുക്കിലേക്ക് തിരുവി, യഹോവ കൃപയും കരുണയും ഉള്ളവനാണല്ലോ. അപ്പൊ ഹൃദയത്തിന്റെ ചേഞ്ച് ആണ് സാക്രിഫൈസ്. ബ്രോക്കൺ ഹാർട്ട്, ലാമെന്റ്, that is equal to sacrifice. That will make grace and kindness and steadfastness from the Lord. കാര്യം ദൈവം മഹാദയുള്ളവനാണല്ലോ, അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. ഈ ദൈവം അനുതപിക്കും എന്നുള്ള ഫ്രേസ് യെരമ്യാവിൽ ധാരാളമുണ്ട്. നിങ്ങളുടെ മേൽ അനർത്ഥത്തെ അയക്കും, പക്ഷെ നിങ്ങൾ പിന്മാറിയാൽ ദൈവം അതിനെക്കുറിച്ച് അനുതപിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ദൈവം ആരാണ്? മനുഷ്യനാണോ അനുതപിക്കാൻ? അവിടെ അതല്ല. എൻ്റെ ജനത്തിന് ഞാൻ വലിയ ശിക്ഷ വിധിച്ചു പോയല്ലോ, അവരെന്നോട് നിലവിളിക്കുന്നല്ലോ, ഞാൻ പിതാവാണല്ലോ, അതുകൊണ്ട് എനിക്ക് ആ ശിക്ഷ കുറച്ചു കൊടുക്കണമെന്ന ഒരു സെക്കൻഡ് തോട്ട് ദൈവം ചെയ്യും. ബിക്കോസ് പീപ്പിൾ ആർ റെസ്പോണ്ടിങ് പോസിറ്റീവ്ലി, കമ്മ്യൂണിറ്റി ഈസ് റെസ്പോണ്ടിങ് പോസിറ്റീവ്ലി ബേസ്ഡ് ഓൺ ദ ഗിവൻ ലോ, ബേസ്ഡ് ഓൺ ദ ഗിവൻ തോറ, based on the revelation that God granted through the covenant. ഉടമ്പടിയിലൂടെ, വെളിപ്പാടിലൂടെ നൽകി കൊടുത്തതിലേക്ക് തൻ്റെ ജനമായ ഇസ്രായേൽ മടങ്ങി വരുമ്പോൾ ദൈവം പിന്നെ എന്ത് ചെയ്യുമെന്ന് പറയുന്നത്? ദൈവം കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. ഇന്നും ചിലർ ഇത് വിശ്വസിക്കുന്നില്ല. ദൈവം എഴുതിയാൽ എഴുതി, ദൈവം കൽപ്പിച്ചാൽ കൽപ്പിച്ചു, അതിന് മാറ്റം വരുത്തിയില്ലെന്ന് ചിലർ വിശ്വസിക്കുന്നത്, ഒത്തിരി നമ്മുടെ ആളുകൾ വിശ്വസിക്കുന്നത് തെറ്റാണ്. തൻ്റെ മക്കൾ ദൈവത്തോട് മുറുകെ പിടിച്ചുകൊണ്ട് കരയുകയും വിലപിക്കുകയും ചെയ്താൽ തൻ്റെ ജനത്തിന് വരുത്തുവാനിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് ചിലപ്പോൾ 100 ഡിഗ്രിയിൽ നിന്ന് 30 ഡിഗ്രി ലൈറ്റായിട്ട് അങ്ങ് വിടും. അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞങ്ങളുടെ സഭാ നേതാവിന് ഒരിക്കൽ 96 ആ സമയത്തൊരു പ്രവചനം വന്നു, നിന്നെ കല്ലെറിയും, അയൽവക്കക്കാർ ചുറ്റുപാടുകാർ കല്ലെറിയും എന്ന് ശക്തമായി. അദ്ദേഹം അത് ഏറ്റെടുത്തു, പ്രാർത്ഥിച്ചു. സംഭവം കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എങ്ങനെ പോയെന്നറിയാം? നല്ലൊരു പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ചാപ്പലിൽ വെളിയിൽ നിന്ന് ഹാഫ് ലൂണാറ്റിക്കായ ഒരു വട്ടൻ കയറി വന്നു. കുറേ കടലാസ് കഷ്ണങ്ങൾ ചാപ്പലിൽ കയറി വന്നിട്ട് ഇതെല്ലാം വാരി എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം കല്ലുകളാണ്, കല്ലെറിയാണെന്ന് പറഞ്ഞു വട്ടൻ. അപ്പം കല്ലിനെ കടലാസാക്കി മാറ്റാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. അതിന്റെ കാര്യം എന്താ? അദ്ദേഹം ആ ദൂത് ഏറ്റെടുത്തു, അദ്ദേഹം വിലപിച്ച് അനുതപിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ ഇതുപോലെയാണ്. ദൈവിക ദൂതുകളെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ദൈവം പറഞ്ഞ അതിനെ ആ പൂർണ്ണ പ്രേരണയോടെ ഏറ്റെടുത്ത് നമ്മൾ കർത്താവിലേക്ക് മടങ്ങി വരുമെങ്കിൽ കല്ലെറിയേണ്ടതിനെ കടലാസ് കൊണ്ടാക്കി രൂപാന്തരപ്പെടുത്തി നമ്മളെ വേദനിപ്പിക്കാതെ, എന്നാൽ ആ പ്രോസസ്സ് അവിടെ നടക്കുകയും ചെയ്തു. ഒരു നിന്നയുടെ കാര്യം നടക്കുകയും ചെയ്തു, എന്നെ പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കുകയും ചെയ്തു. എനിക്ക് വേദന വന്നോ അതുമില്ല, എല്ലാം അതിൻ്റെ വഴിക്ക് ദൈവം ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. നമ്മളെ പാസ്റ്റേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന പോലെ, പുരോഹിതന്മാർ ഹാൻഡിൽ ചെയ്യുന്ന പോലെ അല്ല. നമ്മളെ ഇന്നത്തെ അത് ഹാൻഡിൽ ചെയ്യുന്ന വിഷയങ്ങളെ കേട്ട വളരെ രസകരമാണ്. യേശുക്രിസ്തുവിനേക്കാൾ വലിയ സംഘടനാ മികവും പ്രാഗൽഭ്യമുള്ള പ്രസംഗകരായിട്ടാണ് ഇന്നെല്ലാവരും അവതരിക്കുന്നത്. they are greater than ജീസസ്. യേശു ഒരു പ്രാവശ്യം 40 ഉപസിച്ചിട്ടുള്ളൂ, അവരൊക്കെ 4-5 പ്രാവശ്യം. ചെയ്യുന്നവരെടുത്തോട്ടെ, കുറ്റം പറയല്ല ഞാൻ പറഞ്ഞത്. ഡോണ്ട് പ്രിറ്റൻഡ് ആസ് ഇഫ് വൺ ഈസ് ബിയോണ്ട് ദി മോഡൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അങ്ങനെയുള്ളിടത്തെല്ലാം ഹ്യൂമൻ സ്പിരിറ്റ് ആണ്, ഡിവൈൻ സ്പിരിറ്റ് അല്ല. ഹ്യൂമൻ സ്പിരിറ്റ് എപ്പോഴും ഇങ്ങനെയൊക്കെ പ്രൊജക്ഷൻസ് ഒത്തിരി കാണിക്കും. എന്നാൽ ഡിവൈൻ സ്പിരിറ്റ് ആണെങ്കിൽ ഹംബിൾ ആൻഡ് ഈ ഡിവൈൻ സ്പിരിറ്റ് ഉള്ള പണ്ഡിതന്മാരുണ്ട്. അവർക്ക് ഈ ഹ്യൂമിലിറ്റി, അക്കാഡമിക്സിലും ഹ്യൂമിലിറ്റി കാണും, പ്രൊഫഷണൽ ഹ്യൂമിലിറ്റി കാണും, ഒരു ഏത് ഹൈ തസ്തികയിൽ പോയാലും ഹ്യൂമിലിറ്റി കാണും. എന്നാൽ ദൈവഭയം ഇല്ലാത്തവരാണെങ്കിലോ അക്കാഡമിക് ഹ്യൂമിലിറ്റി കാണുകയില്ല, പ്രൊഫഷണൽ ഹ്യൂമിലിറ്റി കാണുകയില്ല. അവരെല്ലാവിടവും ഞാൻ എന്ന മനുഷ്യൻ്റെ ആ മനുഷ്യാത്മാവിലുള്ള പ്രൊജക്ഷൻസ് എപ്പോഴും ഹൈ ലെവലിൽ നിൽക്കും. അപ്പോൾ ദൈവകൃപ ഉള്ളതും ദൈവഭയമുള്ള ഒരാളും അല്ലാത്ത ഒരാളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് വ്യത്യാസം.
ദൈവകൃപയും ദൈവത്തിൻ്റെ മഹാദൈവലും അനുഭവിച്ച ഒരാൾ ഏത് IAS IPS ഏത് കേഡറിലിരുന്നാലും അവർക്ക് എന്ത് കാണും? അവർക്ക് അതിൻ്റെതായ അക്കാഡമിക് ടോപ്പ് ആയിരിക്കട്ടെ, അവർക്ക് അത് എന്ത് കാണും? അതിൻ്റെതായ ഹ്യൂമിലിറ്റി കാണും. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഒത്തിരി കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, അറിയാം പലർക്കും ക്ലാസ് ലേണിംഗ് ഹ്യൂമിലിറ്റി ഇല്ല, വിഷയം മനസ്സിലാകത്തില്ല. മൈൻഡ് ഹ്യൂമിലിറ്റി ഇല്ലാതെ എങ്ങനെ വിഷയം മനസ്സിലാകുക? എൻ്റെ റൈറ്റ് ആണെന്ന് പറഞ്ഞ് മനുഷ്യനെ മുറുക്കി പിടിച്ചിരുന്നാൽ റൈറ്റിന്റെ മേളിൽ വന്ന് തെറിച്ചങ്ങ് പോകത്തേ ഉള്ളൂ. ഉള്ളിലോട്ട് എന്ത് ചെയ്യത്തില്ല? ഇമ്പൈബ് ആകുകയില്ല, ഫിൽറ്ററിങ് ഉണ്ടാകുകയില്ല. സഭായോഗത്തിന് നമ്മൾ പള്ളിയിൽ പോകുമ്പോഴും അങ്ങനെയല്ലേ? നമ്മൾ മനസ്സ് ബലം പിടിച്ചിരുന്നാൽ ഉള്ളിലേക്ക് എന്ത് ചെയ്യില്ല? ഫിൽറ്ററിങ് വരത്തില്ല, ഉള്ളിലേക്ക് റിസീവ് ആകുകയില്ല. ഞാൻ എൻ്റെ വാക്കുകളെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് യഹോവയുടെ ദിനം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, കല്ല് പോലെ വരുന്നത് കടലാസ് പോലെയാക്കി ഉടയതമ്പുരാൻ മാറ്റും. അങ്ങനെ മാറ്റി തരുവാൻ ദൈവത്തിന് കഴിയും. ബിക്കോസ് പീപ്പിൾ turned back to the Lord and turned back to the given commandments and commands. സോ അതുകൊണ്ട് ദൈവം മഹാദൈവമുള്ളവരാണ്, ആ ദൈവം മനസ്സിൽ കാണിക്കും. പിന്നെ യെരുശലേമിനെ ഞാൻ പറഞ്ഞതുപോലെ യെരുശലേമിലെ ആരാധനയോടോ യാഗാദി കർമ്മങ്ങളോടോ പുരോഹിത വർഗത്തോടോ ഉള്ള സമീപനം ശ്രദ്ധേയമാണ്. 1 അധ്യായം 9 മുതൽ 14 വരെ വാക്യങ്ങളിൽ അത് വ്യക്തമാണ്. അവയോട് അനുകൂലമായ മനോഭാവമാണുള്ളത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശു പഠിപ്പിച്ചു തന്നെ. ആദ്യം വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ കീറിനുറുക്കി നിലവിളിപ്പീൻ, അതിനുശേഷം നിങ്ങൾ പോയി എന്ത് ചെയ്യുവീൻ? യാഗാദി കർമ്മങ്ങൾ ചെയ്യുവീൻ. അതുകൊണ്ട് ഈ പ്രവാചകനായിരിക്കുന്ന ദൈവദാസൻ ആരാധനയോടും യാഗാദി കർമ്മങ്ങളോടും പുരോഹിത വർഗത്തോടും അനുകൂലമായ പ്രവചനങ്ങളാണ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒരുപോലെ ക്രിട്ടിക്കൽ ആയിരുന്നില്ല, എല്ലാവരും ഒരുപോലെ വിമർശിക്കേണ്ടിയവരെ വിമർശിച്ചില്ല. ആ സമയത്ത് തന്നെ മറ്റു പ്രവാചകന്മാരെ കൊണ്ട് വിമർശിപ്പിച്ചെങ്കിൽ മറ്റു പ്രവാചകന്മാരെ കൊണ്ട് ആശ്വസിപ്പിച്ചിട്ടുമുണ്ട്. ചിലരെ ദൈവം അയച്ച് നിങ്ങളെ ആശ്വസിപ്പിച്ച് കാണും, ചിലരെ ദൈവം അയച്ച് നിങ്ങളെ മുറിവേൽപ്പിച്ച് കാണും. അതുകൊണ്ട് മുറിവേൽപ്പിച്ചത് കൊണ്ട് ആശ്വാസത്തിന്റെ തൈലം തേക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മറുതലിച്ചു നിൽക്കരുത്. മുറിവേറ്റവരെ ആശ്വസിപ്പിക്കാനാണ് ദൈവം. മുറിവേറ്റ് കിടന്ന ഗുഡ് സമരിറ്റിനെ ആദ്യം 2 പേരെ അയച്ചവർ 2 പേരും മൈൻഡ് ചെയ്തില്ല. 3-ാമതൊരാൾ വന്ന് തൈലമൊക്കെ കെട്ടി സത്രത്തിലാക്കേണ്ടുന്ന ലൊക്കേഷനിലാക്കി മടങ്ങിയതുപോലെ ദൈവത്തിന്റെ പദ്ധതിയിൽ. അതെ, ഈ സാൽവേഷൻ എന്ന് പറയുന്നത് വേരിയസ് മെത്തേഡിൽ പോസിബിൾ ആണെന്ന് മറ്റ് മതങ്ങളിലാണ് പഠിപ്പിക്കുന്നത്. സാൽവേഷൻ പോസിബിൾ ആകാൻ there is no variety of means and method, only one method in Christianity. Other religions, they propel, they claim there are many methods: yaga, yoga, philosophy, 5 methods, കർമ്മം, ഭക്തി. പക്ഷേ വേദോത്സവത്തിൽ ഒരൊറ്റ മെത്തേഡേ ഉള്ളൂ ഫോർ സാൽവേഷൻ ആൻഡ് റിഡംഷൻ. ആ ഒറ്റ മെത്തേഡാണ് അക്സെപ്റ്റ് ജീസസ് ആസ് പേഴ്സണൽ സേവിയർ ആൻഡ് റിഡീമർ ഓഫ് ഹ്യൂമൻ ലൈഫ്. നമുക്ക് ഏഷ്യൻ പശ്ചാത്തലം ഉള്ളത് കൊണ്ട് നമുക്ക് മറ്റ് മതങ്ങളുടെ സ്വാധീനത്തെ അല്ലെ അറിവിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് നമ്മൾ യോഗ, ജ്ഞാന, ഭക്തി ഇതുപോലെയുള്ള ആ മാർഗങ്ങൾ അവർ പറയുന്നത് പ്രപ്പോസ് ചെയ്യുന്നത് കൊണ്ട് 33,000 ദൈവങ്ങളുടെ പ്രപ്പോസൽ കേൾക്കുന്നതുകൊണ്ടും നമ്മൾക്ക് അതിനെ കോറിലേറ്റ് ചെയ്യാനൊന്നും നമുക്ക് കഴിയത്തില്ല. നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ: കം ബാക്ക് ടു ഗാഡ് ആൻഡ് God's rules and regulations given in the holy word of God, as well as God revealed it to the righteous men and told them to do this, that, so that you will see the glory of God. അതുകൊണ്ട് അത് തന്നെയാണ് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ വരുന്നത്. പിന്നെ വെട്ടുക്കിളിയുടെ വൻ നാശം ഈ ഭൂമിയിൽ വരുത്തുന്നതിനെ കുറിച്ച് പറയുന്നത്, അത് ആധുനിക പണ്ഡിതന്മാർ പറയുന്ന അഭിപ്രായം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സിംബോളിക് മീനിങ് ആണ്. വെട്ടുക്കിളി ഇറങ്ങുന്നത് പോലെ യുദ്ധങ്ങൾ ഇറങ്ങി വരാം. പെട്ടെന്ന് ആയിരക്കണക്കിന് ഭടന്മാർ, ആയിരക്കണക്കിന് വിമാനങ്ങൾ ഇറങ്ങി വരുന്നു, ഒരു പർട്ടിക്കുലർ സ്പോട്ട് നശിപ്പിക്കുന്നു. ആ പർട്ടിക്കുലർ സ്പോട്ട് നശിപ്പിച്ചതിന് ശേഷം മടങ്ങിപ്പോകും. വെട്ടുക്കിളി ഇറങ്ങുന്നത് പോലെ. നിങ്ങൾ വെട്ടുക്കിളിയുടെ സിംഗിൾ പിക്ചർ എടുത്ത് പഠിച്ചിട്ട് ആ ഫോമിലുള്ള പ്ലെയിൻ ഉണ്ടോ എന്ന് നോക്കി പഠിക്കണേ.
ആ ഷേപ്പിലും ഫോമിലും ഉള്ളേ പ്ലെയിൻസ് ഉണ്ടോ എന്ന് നോക്കി പഠിക്കണേ. അതുപോലെ നമ്മൾ ആകാശത്തിലെ പക്ഷികളെയും പറവുകളെയൊക്കെ എടുത്ത് നോക്കിയിട്ടേ ആ ഫോമിലല്ലേ ആ ഷേപ്പിലല്ലേ ഇന്നത്തെ ഫൈറ്റ് പ്ലെയിൻസുകൾ ജെറ്റുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്ന നോക്കിക്കേ. അപ്പൊ ദൈവം തമ്പുരാൻ ആരായിരുന്നു? നമ്മൾ 2025 ജീവിക്കുന്നു. വളരെ BC കാലഘട്ടത്തിൽ വരെ ദൈവം തമ്പുരാൻ അത് എന്ത് ചെയ്തു? നൽകിക്കൊടുത്തു. അപ്പൊ വൻ നാശം വരുത്തുന്ന കേവലം വെട്ടുക്കിളികൾ ഇന്ന് അവിടെ ഇറങ്ങാനില്ല, ഇവിടെ ഇറങ്ങാനില്ല. അവിടെ ഇറങ്ങിയാൽ അവർ ഹെലികോപ്റ്ററിൽ മിനിറ്റ് കൊണ്ട് മരുന്ന് കളിച്ച് എല്ലാത്തിനെയും നശിപ്പിക്കും. ഇവിടെ ഇറങ്ങിയാൽ ഇവിടെയും കുറേയൊക്കെ ഡെവലപ്മെന്റ് ഇവിടെയും ഉണ്ട്. അല്ല, ഇവിടുത്തെ ആളുകൾ നെറ്റ് എറിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇവിടെയും പ്രാപ്തരായി തുടങ്ങി. സോ ദ കൺസേൺ ഈസ് this is a pratika, this is a symbol. Based on this symbol, things will happen today in 2025 or 2030. ഇതുപോലെ നൂറുകണക്കിന് വിമാനങ്ങൾ ഇറങ്ങും, ഒരു ഏരിയ നശിപ്പിക്കും, അവിടെയുള്ള ഏറ്റവും ഫെർട്ടൈൽ ആയിരിക്കുന്ന ലാൻഡ് എന്ന് പറഞ്ഞ പോലെ ബിൽഡിങ്സ്, സ്ട്രാറ്റജി സെന്റേഴ്സ് നശിപ്പിക്കും. then they will fly back to their destiny. അതുകൊണ്ട് ഇതെല്ലാം ഈ ചുരുങ്ങിയ സമയത്തിലാണ് സംഭവിക്കുന്നത്. വെട്ടുകിളി വന്നേ എന്ന് നാട്ടുകാർ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നറിയാം? ഇവൻ ഇതെല്ലാം മണ്ട വെട്ടിയിട്ട് പോകും. വേദപുസ്തകത്തിൽ പ്രത്യേകിച്ചുണ്ട് ചുരുങ്ങിയ സമയം. അപ്പൊ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ ചെറിയ പ്രവൃത്തികൾക്ക് ഒത്തിരി സമയം വേണ്ട, ചുരുങ്ങിയ സമയം മതി. അതുകൊണ്ട് പ്രവചനങ്ങളിൽ അവിശ്വസിക്കാതെ ഓരോ പ്രവാചകന്മാരും നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന പഠിപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളെ മനസ്സിലാക്കി ദൈവത്തിങ്കിലേക്ക് മൂവ് ചെയ്യാൻ ആണ് ദൈവം നമ്മെ മനസ്സിലാക്കി തരുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വാക്കുകളെ ചുരുക്കാം. ആ ഒരു കാര്യം എന്ന് പറയുന്നത്, വാട്ട് ഈസ് ഇറ്റ്സ് റിലവൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഫോർ യു ആൻഡ് മീ ടുഡേ? ഈ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇന്നത്തെ സിഗ്നിഫിക്കൻസ്, ഏറ്റവും ഇന്നത്തെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കുന്ന റെഫറൻസ് ആണ് 2:28 മുതലുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്ത് നാളിൽ ഉണ്ടായ പരിശുദ്ധാത്മാവിന്റെ മഴ, പരിശുദ്ധാത്മാവിന്റെ ഇറങ്ങിവരവൽ. ഇത് യോവേൽ പറഞ്ഞതുപോലെ വേറെ ആരും പറഞ്ഞിട്ടില്ല പഴയ നിയമത്തിൽ. യോവേൽ പറഞ്ഞിരിക്കുന്നതിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് പീറ്റർ പ്രീച്ച് ചെയ്യുന്നത്. യോവേൽ പറഞ്ഞിരിക്കുന്നതിനെ കോട്ട് ചെയ്തുകൊണ്ട് പീറ്റർ പ്രസംഗിച്ചു. അതുകൊണ്ട് പെന്തക്കോസ്ത് നാളിലെ ആത്മപ്രമാണം, ആത്മാവിന്റെ ഇറങ്ങിവരവുകൾ, ആ ആത്മാവിന്റെ ഇറങ്ങിവരവ് ആണ് ഇന്ന് സഭയെ ശുദ്ധീകരിച്ച് നിർത്തുന്നത്. ഇന്ന് നിങ്ങൾക്കറിയാമല്ലോ, ആത്മാവുള്ള സഭയും പരിശുദ്ധാത്മാവില്ലാത്ത സഭയും തമ്മിലുള്ള വ്യത്യാസം. പരിശുദ്ധാത്മാവ് അതിന്റെ ഒറിജിനൽ പ്യൂരിറ്റിയോടുകൂടി പ്രവർത്തിക്കുന്ന സഭകളിൽ എന്തുണ്ടാകും? അതിൻ്റെതായ ഡിസിപ്ലിൻ ഉണ്ടാകും, അതിൻ്റെതായ സബ്മിഷൻ ഉണ്ടാകും, അതിൻ്റെതായ ഹാർമണി ഉണ്ടാകും. എന്നാൽ ശരിയായ പരിശുദ്ധാത്മാവിൻ്റെ ഓപ്പറേഷൻ ഇല്ലാത്ത സഭകളിൽ അതിൻ്റെതായ ദോഷങ്ങളുണ്ടാകും. അതുകൊണ്ട് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ബുക്ക് ഈസ്, ഇറ്റ് ഗീവ്സ് us about the power, passion, work of the Holy Spirit and manifestations of the Holy Spirit. If the community, believing community today, absorb and continue to ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് വിസിറ്റർ അല്ല, സന്ദർശകനല്ല. പരിശുദ്ധാത്മാവ് വല്ലപ്പോഴും വന്നു പോവുകയല്ല. പരിശുദ്ധാത്മാവ് ആരാണ്? അബൈഡിങ്, പെർമനന്റ്ലി അബൈഡിങ്, പെർമനന്റായി ഡൊല്ലി ചെയ്യുന്ന, പെർമനന്റായി അബൈഡ് ചെയ്യുന്ന സഭകളെ, കുടുംബങ്ങളെ, പേഴ്സൺസിനെ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് പോസിബിൾ ആണ്. അപ്പോൾ ബുക്ക് ഓഫ് ജോയേലിന്റെ അടിസ്ഥാനത്തിൽ, ജോയേൽ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എന്തുകൊണ്ട് ആ പുസ്തകം വായിക്കണം, എന്തുകൊണ്ട് ആ പുസ്തകത്തിലെ ചരിത്രം വളരെ ഹിസ്റ്റോറിക്കലായിട്ട് ലോങ് ബാക്ക് എഴുതിയ പുസ്തകത്തിൽ എന്ത് ഞങ്ങൾക്ക് റിട്രീവ് ചെയ്യാനുണ്ട്, എന്ത് വേദശാസ്ത്രമാണ്, ദൈവവിശ്വാസമാണ് തരുന്നത് എന്ന് ആരെങ്കിലും, ഇഫ് at all anyone is thinking in that line, think that one is regarding locust. It is correlating or pointing out contemporary war, violence and terrible destruction in certain pockets of the globe. Secondly, the Holy Spirit experience.
That is in the book of Joel. It is in the church today. Third one is book of Joel is also confirming the sacrifices and the priestly ministry positively. So if you read pastoral ministry and the ministry activities in the church, you will be positively visualizing, you will be acting positively because of this book. So why this is significant today? There is much more, so many things more. This book giving you all these things so that you and I can be more close to the Lord, close to the church, and we will be further enriched in faith because of certain examples. Symbolic examples are still continuing today in the global scenario so that we can continue to hold our faith in Creator God and saving God, Lord Jesus Christ. ഇനി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ 2-3 മിനിറ്റ് തരികയാണ്. അങ്ങനെ പാസ്റ്റർ പറഞ്ഞല്ലോ മറ്റേ വെട്ടുക്കിളിയുടെ ഷേപ്പ്. അപ്പൊ അത് ആ പ്രൊഫസി വെൻ ഇറ്റ് ടോക്സ് അബൌട്ട് റെസ്റ്റോറേഷൻ ഓൾസോ, റൈറ്റ്? ആ വെട്ടുക്കിളി വന്നു പിന്നെ റെസ്റ്റോറേഷൻ വരുന്നു. അത് എന്തിനോടാ കോറിലേറ്റഡ്? അത് തന്നെയാണ്. രണ്ടാമത് ഞാൻ തകർത്തിടം ഞാൻ പണിയും, എന്നേക്കുമായി നിർമാർജനം ചെയ്യയില്ല. ദൈവം അയച്ച് തകർത്തിടങ്ങൾ പണിയും. ബാബിലോണിനെ രണ്ടാമതും പണിയൊന്നും വേദപുസ്തകത്തിലുണ്ടല്ലോ. ഗസയെ നിർജ്ജനമാക്കും, ഞാൻ പിന്നെയും പണിയും. അപ്പം യെരൂശലേം ദേവാലയത്തെ തകർത്തല്ലോ, പിന്നെയും പണിത്. ഇപ്പൊ തകർന്ന് കിടക്കും, ഇനിയും പണിയും. അപ്പൊ എന്ന് വരെ ശരിയായ അനുതാപത്തോടും വിലാപത്തോടും മടങ്ങി വരുന്നില്ല, അന്ന് വരെ പണിയത്തില്ല. മനസ്സിലായി. ചിലരുടെ ജീവിതം അതല്ലേ, ചില ഇൻഡിവിജ്വൽസിന്റെ ജീവിതം അതല്ലേ. 20 വർഷം 30 വർഷം വിശ്വാസി വന്നിട്ട് ഇന്ന് വരെയും 10 പൈസയുടെ പുരോഗതിയില്ല. ശരിയാ. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇല്ല, തിങ്കിങ് ഡെവലപ്മെന്റ് ഇല്ല. പഴയ ഉണക്കമീന്റെ കഥയും പഴയ ചുണ്ണാമ്പിന്റെ കഥയും പറഞ്ഞുകൊണ്ട് നടക്കുക. Are you getting me? Yes. ശരിയായ ഇന്ററാക്ഷൻ ഉള്ള, ശരിയായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്ന എല്ലാവർക്കും അതിൻ്റെതായ അനുസരണവും അനുഗ്രഹവും ഒരുപോലെ വരും. ആമേൻ. നിശ്ചയമായും വരും. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം തന്നെയാണ്. തകർക്കപ്പെട്ടതിനെ പണിയുന്ന ദൈവം തന്നെ. ദാറ്റ് ഈസ് വാട്ട് ഐ മീൻ. മനസ്സിലായി. മറ്റാരിലും ഇന്ന് സംശയം ഒന്നും ജനിപ്പിച്ചില്ലെന്ന് തോന്നുന്നു. I have a doubt. You told me that if we if we repent and we love God, the punishment of God will reduce, right? So in the Revelation, there is so many destruction and all is mentioned. So if the people repent, will that destruction will reduce? Yeah. ഇവിടെ വെച്ച് while on the body, while we are in body, okay, you are talking about the final judgment. Okay. And in that time there is no concession. Okay. Concession will be received while you are here in our body on earth. Once you and I died, passed away, then there is no single chance to get compassion from Jesus. As long as we are in an individual soul, you can cry, I can cry, because some of the sins we have done deliberately. Deliberate sins. So deliberate vilapam. We should deliberately enter into lament. ദാവീദ് നിലത്ത് വീണ് കരഞ്ഞെന്നല്ലേ, ഉരുണ്ട് നിലവിളിച്ച്. അബ്രഹാം മുട്ടിൻ്റെ ഇടയിൽ കൂടെ തലയിട്ട് വിലാപത്തോട് ദൈവത്തോട് നോക്കിയെന്നല്ലേ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഞാൻ താഴ്ന്നു. സോ എ ഗ്രേറ്റ് ഡീൽ ഓഫ് ലാമെന്റ് ആൻഡ് കൺഫെഷൻ ഈസ് നെസസറി ആസ് ലോങ് ആസ് വി ആർ ഹിയർ ഓൺ ദിസ് എർത്ത്.
അത്രയും ഞാൻ പറഞ്ഞു. Okay. Thank you. യെസ് സാറേ, ഇതിനോട് കൂടെ തന്നെ അതുകൊണ്ടല്ലേ ജോയൽ പറയുന്നത്, നിങ്ങൾ എല്ലാവരെയും കൂട്ടി വരുത്തുവിൻ, സഭയുടെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി ഉപവാസം പ്രഖ്യാപിക്കുക എല്ലാവരും, ഈവൻ ലിറ്റിൽ ബേബീസ് ഓൾസോ കം ആൻഡ് ഫാസ്റ്റ്. അങ്ങനെ വേറൊരു ബുക്കിലും കണ്ടിട്ടില്ല, അങ്ങനെ ചെറിയ കുഞ്ഞുങ്ങൾ പോലും. അതുപോലെ 2:28 വളരെ ഇമ്പോർട്ടൻ്റ് ആയ അപ്പസ്തോല പ്രവൃത്തിയായിട്ട് കോറിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റി. വേറൊരു പ്രവചന പുസ്തകത്തിൽ അങ്ങനെ ഒരു ആത്മാവിനെ പകരുമെന്ന് ഇല്ലല്ലോ, ജോയിൽ മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, വേറൊന്നും നമുക്ക് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പോലും അങ്ങനെ പറയുന്നില്ലല്ലേ. കൂടാരം പണിയുന്ന സമയത്ത് പഴയ നിയമത്തിലെ കൂടാരം പണിയുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരികയും പോവുകയും ചെയ്യുമായിരുന്നു. പിന്നെ ഒരിടത്തുണ്ട് ദൈവത്തിന്റെ ആത്മാവ് സങ്കല്പിച്ച് ചെയ്യുവാനുള്ള ജ്ഞാനം കൊടുത്തു. ദൈവത്തിന്റെ വേല ചില സമയത്ത് നമുക്ക് കറക്റ്റ് ആലോചന കിട്ടിയില്ലെങ്കിൽ നമുക്ക് സങ്കല്പിച്ച് ചെയ്യുവാൻ ഉള്ള ജ്ഞാനം ദൈവത്തിന്റെ അഭിഷിക്തർക്ക്, പുരുഷനായാലും സ്ത്രീകൾക്കും. അപ്പൊ ഞാൻ ആ സമയത്ത് സങ്കല്പിച്ച് ചെയ്തു, അത് കൃത്യമായിരുന്നു. നമ്മുടെ ആളുകൾ അതാണ് ഇന്നത്തെ കാലത്ത്, പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ പല പ്രോഫറ്റ്സ് പഠിപ്പിച്ചോണ്ടിരുന്നത്, നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ട് അത് കിട്ടിയെന്ന് പോലെ ചെയ്യണം എന്നൊക്കെ പറയുന്നേ. അത് പ്രോസ്പെരിറ്റി ഗോസ്പൽ, അതിന്റെ റൂട്ട്. ആ റൂട്ട് നിങ്ങൾ കളർ ഇമാജിൻ ചെയ്യുക, തിങ്ക് ചെയ്ത അത് സ്പെക്കുലേറ്റീവ് സ്പിരിച്വാലിറ്റിയാണ്. അത് നമുക്ക് കുറച്ച് ലെവലിൽ ഡേഞ്ചർ ഉണ്ടാകും. പക്ഷെ പ്രോസ്പെരിറ്റി ദൈവം തരും. നെയിം ഇറ്റ് ആൻഡ് ക്ലെയിം ഇറ്റ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറയാം എനിക്ക് അമേരിക്കയ്ക്ക് പോകാൻ ഒരു ജെറ്റ് വേണം, ഞാനത് എന്താ ഒരു ഊസ്റ്റർ കമ്പനിയുടെ ഞാൻ കാണുന്നു, ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ക്ലെയിം ചെയ്യുന്നു, അത് കിട്ടണമെന്നില്ല. കാര്യം അത് ഇറ്റ് ഈസ് സ്പെക്കുലേറ്റീവ് ആണ്. പക്ഷെ അത് ഇവിടുത്തെ ടാറ്റയോ ബെർലയോ സ്പെക്കുലേറ്റ് ചെയ്ത് ആഗ്രഹിച്ചാൽ കിട്ടും. പക്ഷേ ഇവിടുത്തെ സാധാരണ ഒരു വിശ്വാസി അത്രയും സ്പെക്കുലേറ്റ്, അതുകൊണ്ട് സ്പെക്കുലേഷൻസിന് ഡേഞ്ചർ ഉണ്ട്. പക്ഷെ ഫെയ്ത്ത് ബേസ്ഡ് പോസിബിൾ ആയ സ്പെക്കുലേഷൻസ് കിട്ടും, നിശ്ചയമായും കിട്ടും. ഇപ്പൊ എനിക്കൊരു കാറ് വേണം. ഇപ്പൊ എൻ്റെ അനുഭവം കൂടെ പറഞ്ഞാൽ നിർത്താം. എൻ്റെ മകൻ മരിച്ച സമയത്ത് ഒരു ബ്രദർ അമേരിക്ക ഗുഡ് ന്യൂസിലൂടെ ഇത് വായിച്ചിട്ട് അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ എന്നെ വിളിച്ചു, പാസ്റ്ററെ നിങ്ങളുടെ വീട്ടിൽ 2 ദിവസം താമസിച്ച് നിങ്ങളുടെ ദുഃഖം ഷെയർ ചെയ്യണമെന്നുണ്ട്, 2 ദിവസം എനിക്കൊരു കട്ടിൽ തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ പോരെ. മണക്കാലം ഞങ്ങളുടെ സെമിനാരിൽ ഞങ്ങളുടെ കോട്ടേഴ്സ് അദ്ദേഹം വന്ന് 2 ദിവസം താമസിച്ചു. അദ്ദേഹം സാധാരണ വളരെ ഫാസ്റ്റിങ്ങും പ്രയറും ഒരു നേരം എങ്ങാണ്ട് ആഹാരം കഴിച്ചു. ഞങ്ങളുടെ ദുഃഖം ഷെയർ ചെയ്യാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നിട്ട് അദ്ദേഹം പോയപ്പോൾ പറഞ്ഞ്, ഞാൻ ഒന്നും തന്നേച്ചു പോകുന്നില്ല, എൻ്റെ പൈസയൊന്നുമില്ല, ഐ വിൽ പ്രേ ഫോർ യു. അങ്ങ് ചെന്നതിൻ്റെ അന്ന് രാത്രി എന്നെ വിളിച്ചു. ഞാൻ പ്രാർത്ഥിച്ച സമയത്ത്, നിങ്ങളുടെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ച സമയത്ത്, പാസ്റ്റർ ഇനി മോട്ടോർ സൈക്കിൾ ഓടിക്കരുത്, പാസ്റ്റർ ഒരു കാറ് മേടിക്കണം, അതിന് 1 ലക്ഷം രൂപ തരാൻ ദൈവം എന്നോട് പറഞ്ഞു. ഞാൻ 1 ലക്ഷം രൂപ തരാം, അക്കൗണ്ട് നമ്പർ അയച്ചു തരിക, ബാക്കി പൈസ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഒരു പഴയ കാറ് മേടിക്കാൻ. ഞാൻ 20,000 രൂപ കൂടെ അഡ്ജസ്റ്റ് 1,20,000 റുപ്പീസിന് ആ വെളിപ്പാടിന് അങ്ങനെ തന്നെ പോയി. നമ്മൾ പറഞ്ഞു വന്ന സബ്ജക്റ്റ് എന്താണെന്നറിയാം. ഞാൻ അതേ സമയത്ത് ദൈവം വെളിപ്പാടാണെങ്കിൽ ഞാൻ 20 ലക്ഷത്തിന്റെ ഇന്നതേ മേടിക്കുള്ളൂ എന്ന് ശാഠ്യം പിടിച്ചിരുന്നായിരുന്നെങ്കിലോ. അപ്പൊ ദൈവം പറഞ്ഞിരിക്കുന്ന ദൂതിന് ഹ്യൂമൻ കവറിങ് കൊടുത്ത് ഇന്റർപ്രിട്ടേഷൻ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ തുറക്കപ്പെട്ട അരുവിയിലൂടെ, തുറക്കപ്പെട്ട ട്രാക്കിലൂടെ, തുറക്കപ്പെട്ട അരുവിയിലൂടെ നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ബ്യൂട്ടിയും അതിൻ്റെ ഡിവൈൻ വാമും നമുക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പൊ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ധാരാളം അനുഭവങ്ങളുണ്ട് കേട്ടോ. അല്ലാതെ ഇന്നത്തെ നെയിം ഇറ്റ് ആൻഡ് ക്ലെയിം ഇറ്റ്, സീ ദ കളർ ആൻഡ് ക്ലെയിം, അത് ഒരു റിട്ടോറിക് ലാംഗ്വേജ്, അതിനെ കുറ്റം പറയുന്നില്ല. പക്ഷെ അതിൽ നമ്മുടെ സഹോദരങ്ങൾ ഫുള്ളി വീഴരുത്. അതിലെ ഫെയ്ത്ത് ആസ്പെക്റ്റിന് എടുക്കണം, ബാക്കി മെറ്റീരിയൽ ആസ്പെക്റ്റും കളയണം. ദൈവം തരുന്നത് മതി. ഹലോ, am I making sense to others also? This is very important question. Yes. Yeah. Very much. Yeah, the faith aspect is to be derived and leave the material aspect. That is what I said as a conclusion to that.
അപ്പോൾ ജോവേൽ പ്രവചനം മനസ്സിലായവർക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു സ്തോത്രം പറയാം. സ്തോത്രം സ്തോത്രം. Stotram. സ്തോത്രം. One of you please close it by making a word of prayer. ഞാൻ പ്രാർത്ഥിക്കാം. Dearest Heavenly Father, Lord, we come into your presence, oh Father, with thanksgiving and praises. Oh Lord, it's such a joy, oh Father,